നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. UAE-യിൽ പുതുതായി 322 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇന്ന് 399 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ഒരാളാണ് മരിച്ചത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 7,33,325 പേർക്ക് UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 7,27,254 പേർ രോഗമുക്തരാവുകയും 2,078 പേർ മരണപ്പെടുകയും ചെയ്തു. നിലവിൽ 5,993 കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്. സൗദി അറേബ്യയിൽ കോവിഡ് വ്യാപനം കുത്തനെ കുറഞ്ഞു. പുതിയ കേസുകളുടെ പ്രതിദിന എണ്ണം ഇന്ന് വെറും 63 ചികിത്സയിലുള്ളവരിൽ 48 പേർ സുഖം പ്രാപിച്ചു. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 5 പേരുടെ മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രാജ്യത്ത് 50,495 RT-PCR പരിശോധനകൾ നടന്നു. 5,46,681 കോവിഡ് കേസുകളാണ് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആകെ 5,35,650 പേർ രോഗമുക്തരായി. കുവൈറ്റിൽ റെസ്റ്റോറന്റ് മേഖലയിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമെന്ന് റിപ്പോർട്ട്. ഹോട്ടൽ തൊഴിലാളികളുടെയും ഡെലിവറി ഡ്രൈവർമാരുടെയും കടുത്ത ക്ഷാമം മൂലം ഹോട്ടൽ മേഖല വൻ പ്രതിസന്ധിയിലാണെന്നാണ് റിപ്പോർട്ട്. കോവിഡ് മൂലം വിദേശത്തു നിന്നുള്ള റിക്രൂട്ട്മെന്റ് നിലയ്ക്കുകയും നിരവധി തൊഴിലാളികൾ കഴിഞ്ഞ വർഷം കുവൈറ്റ് വിടുകയും ചെയ്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 8,641 റെസ്റ്റോറന്റ് ജോലിക്കാർ കുവൈറ്റ് വിട്ടു. കോവിഡ് പ്രതിസന്ധി ആരംഭിച്ച 2020 മാർച്ച് മുതൽ 2021 മാർച്ച് വരെയുള്ള കണക്കാണിത്. കുവൈറ്റിൽ വാണിജ്യ സന്ദർശന വിസയിലെത്തിയ വിദേശികൾക്ക് തൊഴിൽ വിസയിലേക്ക് മാറ്റാൻ കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ അനുവദിച്ചു. നിലവിൽ രാജ്യം നേരിടുന്ന തൊഴിലാളി ക്ഷാമം കണക്കിലെടുത്താണ് മാൻപവർ അതോറിറ്റി വിസ മാറ്റത്തിന് അനുമതി നൽകുന്നതിന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ അതോറിറ്റി ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മുസ ഉത്തരവ് നൽകിയത്. UAE-യിലെ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും സുസ്ഥിരത കൈവരിക്കുന്നതിനുമായി 3 പുതിയ ശുദ്ധീകരണശാലകൾ സ്ഥാപിക്കുന്നു. അബുദാബി, ദുബായ്, ഉമ്മുൽ ഖുവൈൻ എന്നിവിടങ്ങളിലായി സ്ഥാപിക്കുന്ന ശാലകളിൽ നിന്ന് പ്രതിദിനം 420 മില്യൺ ഇംപീരിയൽ ഗ്യാലൻ ജലം ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ദുബായിൽ നടന്ന 5ാമത് അറബ് വാട്ടർ ഫോറത്തിലാണ് പുതിയ പദ്ധതിയുടെ വിശദാംശങ്ങൾ പ്രഖ്യാപിച്ചത്. കുവൈറ്റിൽ താമസരേഖകളില്ലാത്ത വിദേശികൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. ഇങ്ങനെ എത്തുന്നവരെ മറ്റു നടപടികൾ കൂടാതെ സ്പോൺസറുടെ ചെലവിൽ നാട്ടിലേക്ക് അയക്കുമെന്നും അധികൃതർ അറിയിച്ചു. താമസ നിയമലംഘകരെ കണ്ടെത്തുന്നതിനായുള്ള പരിശോധന തുടരുന്നതിനിടെയാണ് ക്യാമ്പയിന് നേതൃത്വം നൽകുന്ന പൊതുസുരക്ഷാ വിഭാഗം അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഫരാജ് അൽ സൗബി താമസരേഖകൾ ഇല്ലാത്ത വിദേശികൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങണമെന്ന് അഭ്യർത്ഥിച്ചത്. 2022ഓടെ ദുബായിലെ സാമ്പത്തിക രംഗത്ത് 3.4% വളർച്ച ഉണ്ടാകും. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇക്കാര്യം അറിയിച്ചത്. മഹാമാരി ദുബായ് വിജയകരമായി മറികടന്നതായും അദ്ദേഹം ട്വിറ്ററിൽ വ്യക്തമാക്കി. സ്വദേശിവൽക്കരിച്ച തൊഴിൽ ചെയ്തതിന് പിടിയിലാകുന്നവർക്ക് രാജ്യത്തേക്ക് മടങ്ങിവരാനാകില്ലെന്ന് സൗദി ജവാസാത്ത് വിഭാഗം അറിയിച്ചു. നാടുകടത്തിയ വിദേശികൾക്ക് ഹജ്ജിനും ഉംറയ്ക്കും വരുന്നതിന് തടസ്സമില്ലെന്നും പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. ഒരു തൊഴിലാളിയുടെ ചോദ്യത്തിന് ഉത്തരമായാണ് ജവാസാത്തിന്റെ മറുപടി. വിവിധ നിയമലംഘനങ്ങൾക്ക് പ്രവാസികളെ സൗദിയിൽ നിന്നും പിടികൂടാറുണ്ട്. ഇത്തരക്കാരെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് അയക്കും. UAE-യിലെ ചില സ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാണെന്ന നിയമം ഒഴിവാക്കി. അതേസമയം 2 മീറ്റർ സാമൂഹിക അകലം പാലിക്കേണ്ടത് നിർബന്ധമാണെന്നും ദേശീയ അടിയന്തര നിവാരണ സമിതി അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ വ്യായാമം ചെയ്യുമ്പോൾ മാസ്ക് ധരിക്കേണ്ടതില്ല. ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ തങ്ങളുടെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും ഒറ്റയ്ക്കായിരിക്കുമ്പോഴും നീന്തൽക്കുളം, ബീച്ച് എന്നിവിടങ്ങളിലും മാസ്ക് ധരിക്കേണ്ട ആവശ്യമില്ല. കോവിഡ് പ്രതിരോധ വാക്സിന്റെ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് മതിയായ പ്രതിരോധ ശേഷി നിലനിൽക്കുമെന്ന് സൗദി ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. പൂർണ്ണമായും രോഗത്തെ അതിജീവിക്കാൻ 3ാമതൊരു ഡോസ് വാക്സിൻ കൂടി സ്വീകരിക്കേണ്ടി വരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് 3ാമതൊരു വാക്സിന്റെ ആവശ്യമില്ലെന്ന തീരുമാനമെന്ന് സൗദി ആരോഗ്യ പ്രിവന്റീവ് വകുപ്പ് സഹമന്ത്രി ഡോക്ടർ അബ്ദുള്ള അസീരി വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.